അപ്പൊ അതാണ് കാര്യം. ആളിന് റെന്റിന് വീട് വേണം, അതിനാണ് എന്നെ വിളിച്ചത്. ഞാൻ അപ്പളേ ആലോചിച്ച ഒരു കാര്യമില്ലാണ്ട് നീ എന്നെ വിളിക്കില്ലെന്ന്. അത് ഞാൻ എടുത്തിരുന്ന വീട്ടിൽ നിന്റെ ഭാര്യ നിൽക്കുവോ? ഞാനാണല്ലോ നിന്നെ ചീത്തയാക്കുന്നത്. അവക്ക് മന്നെ എന്നോട് വെറുപ്പാണല്ലോ. എടാ അവൾക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല, പിന്നെ ഇഷ്ടമല്ല, അത് സത്യമാണ്. നീ അത് കാര്യമാക്കൊന്നും വേണ്ട, നീ എന്റെ കൂട്ടുകാരനല്ലേ. മിസ്റ്റർ കൂട്ടുകാരനൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ബാക്കിയുള്ളവര് തന്നെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. പിന്നെ നീ എന്തിനാടാ നാട്ടിലെ ജോലിയും കളഞ്ഞ് ഈ കൊച്ചിയിൽ വന്ന് താമസിക്കുന്നത്? എടാ ജോലിയൊക്കെ നല്ല തന്നെ, പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ ഒരുമിച്ച് താമസിക്കുന്നില്ല വേണ്ട. ഇതിപ്പോ അവിടെ ഇവിടെ ആയിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി. എനിക്ക് മടുത്തുടാ. എന്നാ അവളുടെ ജോലി റിസൈൻ ചെയ്ത് നിങ്ങൾ നാട്ടിൽ പോയി ഒരുമിച്ച് താമസിക്കേ. നീ ഒരുപാട് മെയിൽ ഷോണിസ്റ്റിനെ പോലെ സംസാരിക്കും. ഇത് അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ്. എനിക്കത് അവളോട് പറയാനൊന്നും പറ്റൂല ജോലി കളഞ്ഞ് നാട്ടിൽ വന്ന് നിൽക്കാൻ. അളേ രഞ്ജിത്ത്, നിന്റെ ഭാര്യ പോലെ സംസാരിക്കരുത്. ഞാൻ അന്നേ പറഞ്ഞാണ് ഈ ഫെമിനിസ്റ്റുകളെ പോയി പ്രേമിക്കാൻ നിൽക്കരുത്. എടാ നിന്റെ അച്ഛനും അമ്മ ഒറ്റയ്ക്കല്ലേ, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നീ അല്ലാണ്ട് ഇതിന് വേറെ അർത്ഥമൊന്നും കാണണ്ട. എടാ അതല്ലടാ, അച്ഛനും അമ്മയും അവിടെ ഓക്കെയാണ്. ഇത് ഞാനും അവള് ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എടാ കുറെ കാലം പ്രേമിച്ചെടുത്തു, ഒരുമിച്ച് നമ്മൾ മാത്രമുള്ള ഒരു സ്പേസ് കിട്ടുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, വേറെ ഒന്നും ഇല്ല അതിനകത്ത്. അതെ അവള് വരുന്നുണ്ടല്ലോ. സംഭവം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, പക്ഷെ നിങ്ങളുടെ കണ്ടീഷൻ വെച്ചിട്ട് കൊച്ചിയിൽ വീട് കിട്ടാനേ സാധ്യതയില്ല. ഒന്നാമത് നിങ്ങൾക്ക് ബഡ്ജറ്റ്, പിന്നെ ഈ പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ നാട്ടില് വീട് കിട്ടുക, ഇവിടെ കിട്ടില്ല. അതെന്തിനാ നാട്ടിൽ വീട് എടുക്കുന്ന? നാട്ടിൽ നമുക്ക് വീടില്ലേ? പറയട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് കാർ പാർക്കിംഗ് ഒന്നും കാണൂല. കാർ പാർക്കിംഗ് എന്തായാലും വേണം. ഊബർ ഓടാൻ വേണ്ടി റെന്റിനെടുത്ത വണ്ടിയാണ്, റോട്ടിലിടാൻ പറ്റില്ല, അത് സീനാവും. അല്ല നിന്റെ വീട്ടിലെ കാർ പാർക്കിംഗ് ഇല്ലേ? ആ ഉണ്ട്, എന്റെ വീട് നിനക്ക് അറിയണം. കൊള്ളാലോ. അതല്ലടാ, ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കണേ. ഇപ്പൊ നീ വന്നല്ല, ഇപ്പൊ നിന്റെ കൂടെ താമസിക്കാല. ഇവള് കുറച്ച് ദിവസമായിട്ട് ഹോസ്റ്റലിലാണ്, അതുകൊണ്ട് പറഞ്ഞ. അല്ല നീ മറ്റേ കാര്യം എന്നോട് പറഞ്ഞില്ലേ? നീ എന്ത് ഈ പ്രശ്നം കൂടി ഉണ്ടാ. എനിക്ക് വീട് റെഡിയാക്കി തന്നൊരു ബ്രോക്കർ ഇവിടെ ഉണ്ട്. അവളെല്ലാം കിട്ടില്ലനാ. ആണെങ്കിൽ ഭാര്യയും ഭർത്താവും പോയിട്ടൊന്ന് കണ്ടോ. ഇനിയിപ്പോൾ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഞാൻ ചിലപ്പം പെറും. സാറി പറഞ്ഞ കണ്ടീഷൻ വെച്ച് ഇവിടെ വീട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ തരാമെങ്കിൽ ഇഷ്ടം പോലെ വീട് ഞാൻ സെറ്റാക്കി തരാം. അതെങ്ങനെ? ഈ വാടകയ്ക്ക് കാക്കനാട് വീട് കിട്ടുമല്ലോ. കാക്കനാട് കിട്ടുമെങ്കിൽ അവിടെ പോയി നോക്കണം. എന്തിനാണ് ഈ പാലാരിവട്ടത്ത് ചേച്ചി വന്ന് നോക്കുന്നത്? നീ എന്തിനാടി അങ്ങോട്ട് ചൂടാവുന്നത്? അയാൾ ആരാ എന്നെ ചേച്ചി വിളിക്കാൻ? അയാൾ കണ്ടാലറിയാം എന്റെ അമ്മാവനെ പോലുണ്ട്. നിന്റെ അമ്മാനേക്കാളും വൃത്തി ഉണ്ടായേക്ക്. നിന്റെ പ്രശ്നം എന്താ? അയാൾക്ക് നിന്റെ അമ്മാവന്റെ പ്രായമുള്ളതാണോ അതോ കാക്കനാട് പോയി നിൽക്കാൻ പറഞ്ഞതാ? അയാൾ ആരാ എന്നെ ചേച്ചിന്ന് വിളിക്കാൻ? അയാളൊരു ബഹുമാനത്തിന്റെ പുറത്ത് വിളിക്കണല്ലേ. എനിക്ക് ആ ബഹുമാനം വേണ്ടെങ്കിലോ? എടി ഞാൻ ഒരു കാര്യം പറയട്ടെ, അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ റേറ്റിന് ഇവിടെ കിട്ടൂല. ഞാൻ പലരോട് അന്വേഷിച്ചു നോക്കി. എടാ ഇതൊക്കെ നിന്റെ തോന്നല. അയാൾ വെറുതെ നിന്റെ കമ്മീഷൻ വാങ്ങിക്കാനുള്ള പണിയാ. നീ ആണെങ്കിൽ ആരും എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. എടി അത് അങ്ങനൊന്നല്ല, വിജയിച്ച് പറഞ്ഞാണ്. ആളും മിടുക്കനാണ്. ഇയാൾ എന്തായാലും നമുക്കൊരു വീട് കണ്ടുപിടിച്ച് തരും. മിടുക്കൻ. നീ അയാളെ മുഖത്തോട്ടം നോക്കിയാ കൊള്ള ലക്ഷണം കണ്ടില്ലേ? അയാളെ മീശാണ്ടാലേ അറിയാം. എടി അത് മൈത്രേന്റെ മീശ. ഒരു കൊണ്ട് പറയിപ്പിക്കാം. സാറേ ഇങ്ങനെ സംസാരിച്ചു തന്നാൽ മതി, നമുക്ക് വീട് കാണണ്ടേ? ഇവിടെ 2 പിടക്കണ വീടുണ്ട്. ആ ചേച്ചി നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ കണ്ടീഷനൊക്കെ അയാളോട് പറഞ്ഞോ? കണ്ടീഷൻ അല്ലേ, 2 മുറി, കാർ പാർക്കിംഗ്, ഓണർ എടുത്ത് പാടില്ല, 12,000 റെന്റ്, ക്യൂട്ട് ആൻഡ് മിനിമോളായിരിക്കണം അല്ലേ? മിനിമോൾ അല്ല, മിനിമല്. ഞങ്ങൾക്കൊരു പൂച്ച കൂടെ ഉണ്ട്. അതാണോ ഇത്ര വലിയ സീന്? വന്ന് കയറിയാന്ന് പറഞ്ഞാൽ മതിയെന്ന്. അത് പേർഷ്യൻ ക്യാറ്റ്. അതിനെന്താ വന്ന് കയറിക്കൂടെ? ചേച്ചി ടെൻഷൻ അടിക്കാതെ നമുക്ക് വീട് സെറ്റ് ആക്കി തരാം. വാ കേട്ടോ. ചേച്ചിക്കറിയോ, ഇവിടെ പകുതിയും വാടകക്കാരാ. ബാക്കി പകുതിയാ അവൻ്റെ ഓണേഴ്സിൽ താമസിക്കണം. നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതല്ലേ? അത് നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി വന്നതാണ്. അല്ല കണ്ടപ്പോ അങ്ങനെ തോന്നി. എന്ത് രസല്ലേ ഈ വീടൊക്കെ കാണാൻ. നമുക്ക് ഇതുപോലൊരു വീട് കിട്ടിയ സെറ്റ്. 12,000 രൂപ ഇതുപോലത്തെ വീട് നിനക്കെന്താ വട്ട?
റോട്ടിലൊക്കെ ഫുൾ ആളാണല്ലോ, എല്ലാവരും പുറത്തിറങ്ങിയ. നമ്മളെ പോലെ വീടിട്ടാത്തവരായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ആ ബ്രോക്കർ വിചാരിച്ച റൂം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിടയ്ക്ക് അയാൾക്ക് എന്തൊക്കെ അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി വന്നാണോ? എന്തൊക്കെ അറിയണം? എടി നീ അത് വീട്, ഇത് അയാളുടെ കുറ്റാണോ? അയാൾ നമുക്ക് എത്ര വീട് കാണിച്ചത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ബഡ്ജറ്റ് കുറച്ച് കൂട്ടണം, എന്നാ നല്ല വീട് കിട്ടും. ഇതിപ്പോ അയാള് പറയുന്ന മാത്രമാണല്ലോ നീ കേൾക്കുന്നത്. ഇത് കേട്ടാതൊന്നും അയാളാ നിന്റെ ഭാര്യ. എടി നീ ഇതിനെ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ബഡ്ജറ്റ് കൂട്ടി നോക്കിയാ അപ്പൊ ഒരു നല്ല വീട് കിട്ടിയാലോ? ശരി, ബഡ്ജറ്റ് കൂട്ടാം. പൈസക്ക് എന്ത് ചെയ്യും? ഇതെല്ലാം നേരത്തെ പ്ലാൻ ആക്കിയ ബഡ്ജറ്റ് തന്നെയല്ലേ? നമ്മുടെ കല്യാണത്തിന് ബഡ്ജറ്റ് ഇട്ടപ്പോഴും ഇങ്ങനല്ലേ ഉണ്ടായത്? ഞാൻ അന്നേ പറഞ്ഞത് രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതിയോ. കല്യാണം കഴിച്ച പൈസ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഫ്ലാറ്റ് കിട്ടിയ. ഇത് വാങ്ങിയല്ലോ. ക്ലാസിക് മാനല്ലേ? അതെനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും എല്ലാരും ഹാപ്പി ആയില്ലേ? അവരൊക്കെ ഹാപ്പി ആയി. നമ്മളോ? നിനക്ക് നിന്റെ കൂട്ടുകാരന്റെ കൂടെ കിടന്ന് സുഖിച്ചെന്ന് തോന്നുന്നല്ലോ. കൂട്ടുകാരന്റെ കൂടെ കിടന്ന് സൂചിച്ചിട്ടൊന്നുമില്ല. അവൻ കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കില്ലേ. എന്നാലും ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. എങ്കിൽ പിന്നെ അവിടെ തന്നെ കിടന്നോ. എന്റെ കൂടെ താമസിക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അതിന് നമുക്കൊരു വീട് കിട്ടണ്ടേ? നിന്റെ കയ്യില് പൈസ ഉണ്ടെങ്കിൽ നീ കൊടുത്തോ, ഞാൻ തരൂല. എന്റെ കയ്യില് പൈസ ഇന്നത്തെ വണ്ടിയുടെ റെന്റ് കൊടുക്കാനുള്ള കാശ് പോലെ ഓടി കിട്ടിയിട്ടില്ല. ഇനി അത് ഞാൻ തരണോ? എടേ നീ പൈസ ഒന്നും തരണ്ടോ? നമുക്കേ സ്വർണം പണയാൻ വെച്ചാലോ? എന്തോ? അല്ലടേ, കുറച്ച് സ്വർണ്ണം എടുത്ത് നമുക്ക് പണയം വെച്ചിട്ടേ ആ വീടിന്റെ സെക്യൂരിറ്റിയും കൊടുക്കാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് വീടൊക്കെ കിട്ടും. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് കടമൊന്നും വാങ്ങി കൂട്ടണ്ട. കടം വാങ്ങുന്നില്ലല്ലോ. നമ്മളെ സ്വർണം കുറച്ചും കൂടെ സേഫ് ആയ ഒരു സ്ഥലത്തല്ലേ നമ്മൾ വെക്കണേ. അതിന്റെ മുതലും പലിശ കൊടുക്കണ്ടേ? അതൊക്കെ കൊടുക്കാൻ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? എടി അതുകൊണ്ട് ഇപ്പൊ എല്ലാം നല്ലതല്ല സംഭവിച്ചുള്ളൂ. ഞാൻ പറയണത് നീ ഒന്ന് കേൾക്ക്. നമുക്ക് കുറച്ചൊന്ന് ബഡ്ജറ്റ് കൂട്ടാം. ആ വീശിന്റെ കൂടെ കിടന്ന് എനിക്ക് മടുത്തടി. ഹോസ്റ്റൽ എനിക്കും മതി. ഹലോ ഹലോ, ആ സാറേ എവിടാണ്? ആ ചേട്ടാ, ഞാൻ ഇവിടെ സ്റ്റേഡിയത്തിന്റെ അടുത്തുണ്ട് ചേട്ടാ. സ്റ്റേഡിയത്തിലാ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട ചേട്ടാ വേണ്ട, ഞങ്ങളിതേ പോവാ. പോവാണോ? നമുക്കൊരു വീട് സെറ്റ് ആയിട്ടുണ്ട്. എന്നാ നമുക്ക് നാളെ തന്നെ പോയി കാണാം ചേട്ടാ. ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ ആവോ? നമുക്ക് നാളെ പോയി നോക്കടി. ശരി, എന്തെങ്കിലും ആവട്ടെ. എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയല്ലേ? ഇവിടെ ആകെ മൊത്തം അലമ്പായി കിടക്കണല്ലേട്ടാ. സാർ ഓക്കെ പറയുകയാണെങ്കിൽ ഇത് മുഴുവൻ ഞാൻ ഇപ്പൊ വലിച്ചു പറിച്ച് കളയാം. വേണ്ട, ക്ലീൻ ആക്കിയാ മതി. എന്താ സാർ ഇങ്ങനെ ആലോചിക്കുന്നത്? സെക്യൂരിറ്റിയെ പ്രശ്നമൊക്കെ ഞാൻ ഓണറിനോട് പറഞ്ഞ് ശരിയാക്കി തരാന്ന്. അതല്ലേട്ടാ, ഓണർമാര് പ്രശ്നക്കാരാണ്. പ്രശ്നക്കാരൊന്നും അല്ല, നിങ്ങളെപ്പോലെ തന്നെ ഒരു സാറ് ഒരു ചേച്ചി. ചേട്ടൻ ഈ ചേച്ചി വിളി വലിയ പ്രശ്നമാണല്ലോ. അത് ഈ ശീലിച്ചു പോയ സാറേ, എല്ലാരും ചേച്ചിമാരാണ്. കൊള്ളാം. ഇത് ഓക്കെ അല്ലേ സാറേ? സാർ ഒരു കാര്യം ചെയ്യും, മോളിൽ പോയിട്ട് ആ ഓണറിന് കണ്ടേ ഇതും കൂടെ കൊടുത്തേക്ക്. അപ്പൊ ചേട്ടൻ വരുന്നില്ലേ? ഇവിടെ അടുത്ത് വേറൊരു വീട് കാണിക്കാണ്, കുറെ നേരം ഒരാൾ വിളിക്കുന്നു. 5 മിനിറ്റ് ഞാൻ പോയിട്ട് വരാം. ഇപ്പോഴത്തേക്ക് ഒന്ന് കണ്ടിട്ട് വന്നാൽ മതി, എല്ലാം ഞാൻ പറയുന്നുണ്ട്. ആയിക്കോട്ടെ. അത് കുഴപ്പമില്ല, ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നോക്കാം നമുക്ക് എന്തായാലും. ഞാൻ തന്നെ വിളിക്കാം കേട്ടോ. ഹലോ. സാറേ, സാറ് പോവാണോ? ഇത്ര പെട്ടെന്ന് കണ്ടോ അവരെ? സംസാരിച്ചോട്ടാ, പരിചയമുള്ള ആളാ. പരിചയമുള്ള ആളാണോ? അപ്പൊ എളുപ്പമായ കാര്യങ്ങൾ എങ്ങനെയാ പരിചയം? അപ്പൊ പഴയ കാമുകയാണ് കേട്ടോ. കാമുകയാ? കൊച്ചിയിലെന്താ എത്തിയേ? കൊച്ചിയിൽ എത്തിയിട്ട് ഇപ്പൊ 2 ആഴ്ചയായി.
അങ്ങോട്ട് റൂമൊക്കെ എടുക്കുക, ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. വൈഫ് ആ, അവള് ജോലിക്ക് പോയിക്കോ. ഇവിടെ ഒരു പ്രൈവറ്റ് ഫേമിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ നിന്റെ നമ്പർ ചോദിച്ചായിരുന്നു, പക്ഷെ ആരെയും കിട്ടിയില്ല. പിന്നെ ഞാൻ പഴയൊരു ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ തപ്പിക്കണ്ടുപിടിച്ച് അതിനകത്തൊക്കെ ഒരു മെസ്സേജൊക്കെ അയച്ചു, പക്ഷെ എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല. ആ അക്കൗണ്ട് ഞാൻ അന്നേ കളഞ്ഞതാ. പിന്നെ സോഷ്യൽ മീഡിയാസിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ആ, കല്യാണത്തിന് നീ ഒഴികെ നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ വിജേഷിന്റെ കൂടെയാണ് താമസിക്കണേ. ശ്രീഹരി എന്നല്ലേ ഹസ്ബൻഡ് പേര്? ആളിവിടെ ഇല്ലേ? ഇൻഫോ പാർക്കിലാ ജോലി. ഇന്ന് ഓഫീസിൽ കൊണ്ടായിരുന്നു. വീട് ഇഷ്ടായോ? ആ, വീട് ഇഷ്ടായി. ഞങ്ങള് ഇതുപോലത്തെ ഒരു വീട് തന്നെയാണ് നോക്കി നടന്നതേ. ഇഷ്ടായെങ്കിൽ ഇങ്ങോട്ട് മാറിക്കൂടെ? നോക്കാം. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, ഞാൻ ബ്രോക്കറോട് പറയാം. അല്ല, ചായ എന്തെങ്കിലും കുടിച്ചിട്ട്? കുഴപ്പമില്ല, പിന്നീട് ഒരിക്കലാ. ദേവ്, നീ ഹാപ്പി അല്ലേ? ഞാൻ വിചാരിച്ച സാറും ചേച്ചിയും പ്രേമിച്ച് കല്യാണം കഴിച്ചോ? ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ ചേട്ടാ, ഒരാൾക്ക് ഒരു തവണ മാത്രമേ പ്രേമിച്ചുവിടുവൊന്നുമില്ലല്ലോ. ഈ ചേച്ചിയുടെ കാര്യം ആ ചേച്ചിക്ക് അറിയോ? അതൊക്കെ അറിയാം ചേട്ടാ. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു അസ്ഥി കുടിച്ച പ്രേമായിരുന്നു ചേട്ടാ. കോളേജ് പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ അവളെ കല്യാണം നടത്തണമെന്നേ വീട്ടുകാർക്ക് വല്ലതും നിർബന്ധം. നമുക്ക് ആ സമയത്ത് പണിയുമില്ല, കൂലിയുമില്ല. പണിയും കൂലിയൊന്നുമില്ല, അതൊരു പെണ്ണിനെ പോറ്റാൻ പറ്റും. അവസാനം എന്നെ കൊണ്ട് പറ്റൂലെന്ന് തോന്നിയപ്പോൾ അവൾ വേറെ അടുത്തിനെ കെട്ടി. അതിനുശേഷം ഞാൻ ഇന്നാണ് അവളെ കാണുന്നത്. പിന്നെ ഞാൻ അനുവിനെ കാണുന്നതും സ്നേഹിക്കണതും കല്യാണം അയക്കുന്നതൊക്കെ. സാറിൻ്റെ ഒരു ഭാഗ്യം ഭാര്യയുടെ കൂടെയും കാമുകിയുടെ കൂടെയൊക്കെ താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാം അല്ലേ? എന്ത് പറഞ്ഞു എക്സ് കാമുകി? എന്തു പറയാൻ, കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു, പിന്നെ ഞാനിങ്ങോട്ട് വന്നു. ഫുൾ നൊക്രാച്ചിയായി കാണുമല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടല്ലേ. അപ്പൊ എന്തൊക്കെയോ അങ്ങനെ ഓർമ്മ വന്നു. എന്ത്? ഞാനേ കോളേജിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു. അവൾക്ക് അതേപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റമില്ല. ആള് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾക്ക്. ഞങ്ങളങ്ങനെ വഴക്കൂടിയിട്ടൊന്നുമില്ല. അതാ പിരിഞ്ഞ് സ്നേഹമുള്ളിടത്തല്ലേ വഴക്കുള്ളൂ. നീ അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ വന്നേ? ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ആ, എന്താ? എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല, പിന്നെ എനിക്കൊരു കൂട്ടായില്ലേ. ശരിയാവില്ല, അവർക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് പ്രശ്നമാണെന്ന് അവള് പറഞ്ഞു. പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ ലൈഫ് അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഷേ, എനിക്ക് പൊസസീവ് ആവാനുള്ള ചാൻസ് ഇല്ലേ നീ കളഞ്ഞ്? നീ ഒന്ന് പോയേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നാട്ടിൽ പോയാലും ആലോചിക്കാം. എന്താ ഇപ്പൊ അങ്ങനെ തോന്നി? അല്ലെങ്കിൽ നാട്ടിൽ പോയി വന്നിട്ടേ പുതിയതായിട്ട് നമുക്ക് വീട് അന്വേഷിച്ച് തുടങ്ങിയാലോ? ആ, വേറെ കാര്യം കൂടി ഉണ്ട്. അമ്മ വിളിച്ചിട്ടുണ്ടായി, നമ്മൾ പേഷ്യൻ്റായിട്ട് മീനൊക്കെ തിന്ന് തുടങ്ങി. അവനവിടെ ഓക്കെ ആവും. നമ്മളൊരു ഏറ്റവും വലിയ കണ്ടീഷൻ അവനായിരുന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് ഇവിടെ പുതിയതായിട്ട് അന്വേഷിച്ച് തുടങ്ങാലോ വീട്. എന്നിട്ട് എന്നാ പോകുന്നത്? നാളെ തന്നെ പോയാലോ ആലോചിക്കാം. നിന്റെ തീരുമാനം എന്തായാലും മാറില്ലെന്ന് മനസ്സിലായി. എങ്കിൽ പിന്നെ ഞാനും വന്നാലോ? 2 ദിവസം ലീവ് എടുക്കാം, ഓക്കെ അല്ലേ? അതൊക്കെ. വീടൊക്കെ എടുത്ത് ഒന്ന് കറങ്ങാൻ പോകാന്നൊക്കെ വിചാരിച്ചാ അതൊന്നും നടന്നില്ല. അതാണ് പ്രശ്നം. നമുക്ക് ഇന്ന് രാത്രി ഈ കൊച്ചു മൊത്തം കാണാം. ഇടമുറിയാതൊരു മഴനാളിൽ ഇടവപ്പാതിക്കുളിർ നാളിൽ ഇടമുറിയാതൊരു മഴനാളിൽ ഇടവപ്പാതിക്കുളിർ നാളിൽ ഇടവഴി പാതി തിരുവില് വച്ച് കവിളത്തിപ്പോയോനാ പച്ചമാങ്ങ ചോന കവിളത്തച്ച വച്ചോനാ അച്ഛന പോലെ എൻ്റെ ചങ്കിൽ പൊള്ളി നിന്നോന
പോട്ടെ എന്നാ നാളെ വണ്ടി തിരിച്ചു പോകാം. വൈകിട്ട് ഞാൻ വരാം നിന്നെ കൂട്ടെ. പോയി കിടന്നു സുഖമായിട്ട്.